തത്സംഭവക്കവിരതോന്യതപശ്യമാന ത്വാം ബീജമാത്മനി തദം സ്വബഹിർവിചിന്യ നാവിന്ദദബ്ദ ശതമപ്സു നിമജ്ജമാനോ ജാതേങ്കുരേ കഥമുഹോബലഭേദബീജം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രിയരെ, പ്രഹ്ലാദ സ്തുതിയിലെ 27-ാമത്തെ ഒരു ശ്ലോകമാണ് ചൊല്ലിയത്. അധ്യായത്തിൽ 34 സ്തുതിക്രമത്തിൽ 27-ാമത്തെ 7 പ്രഹ്ലാദ ശ്ലോകമല്ല, സ്തുതിയല്ല. അതുകൊണ്ട് 27-ാമത്തേന്ന് പറയാം. സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ അത്യത്ഭുത രൂപം എന്നാണ് നരസിംഹത്തിനെ പറഞ്ഞത്. പ്രഹ്ലാദ അത്യത്ഭുത രൂപമുദ്ധൻ എന്ന് ഗ്രന്ഥകർത്താവ് വിശേഷിപ്പിച്ചിരിക്കുന്നു നരസിംഹമൂർത്തിയെ. തൻ്റെ പിതാവായ ഹിരണ്യകശിപുവിനെ വധിച്ചപ്പോൾ അവിടെ ലക്ഷ്മി, ഭഗവതി, മറ്റനവധി ബ്രഹ്മാദി ദേവന്മാർ, അനവധി ആളുകളൊക്കെ ഭഗവാനെ സ്തുതിച്ചിട്ടും ഭഗവാന്റെ ക്രോധം ഒടുങ്ങിയില്ല. അതിൻ്റെ അർത്ഥം ആ സ്തുതികളൊന്നും പൂർണ്ണമല്ല. ഇപ്പോൾ കുട്ടിയായിരിക്കുന്ന താൻ സ്തുതിച്ചാൽ എങ്ങനെയാണ് പൂർണ്ണമാവുക എന്ന വിനയത്തോടു കൂടിയിട്ടാണ് ഈ ശ്ലോകങ്ങളെല്ലാം ഭഗവാനെ സ്തുതിക്കുന്നത്. ഇവിടെ ഈ ശ്ലോകത്തിൽ എല്ലാവിധ, അതായത് ഈ പുരാണങ്ങളിലും ശാസ്ത്രങ്ങളിലൊക്കെ ഈശ്വരനെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു കാര്യം, ഒരു വിധം പറഞ്ഞിരിക്കുകയാണ്. അതായത് ഈ പ്രപഞ്ചം ഭഗവാനിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ ആ പ്രപഞ്ചം തന്നെ ഭഗവാനെ മറച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ പ്രളയജലത്തിൽ ബ്രഹ്മാവ് തെരഞ്ഞിട്ടും അങ്ങയെ കാണാതെ ഇരുന്നത്. അപ്പോൾ എല്ലാ ദിക്കിലും നിറഞ്ഞതായിരിക്കുന്ന ഭഗവാനെ എങ്ങനെയാണ് കാണാതിരിക്കുക? എല്ലാ ദിക്കിലും നിറഞ്ഞൊരു വസ്തുവിനെ കാണാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ഭുതമല്ലേ? ഇതെങ്ങനെ സംഭവിക്കണു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തു ഉണ്ടായാൽ ഉണ്ടാകപ്പെട്ട ആ വസ്തു, ഉണ്ടായ വസ്തു, അതായത് ഏതിൽ നിന്നുണ്ടായോ അതിനെ മറയ്ക്കൽ ഈ ലോകത്തിൽ സാധാരണ പതിവുള്ളതാണ്. അത് അതിശയമൊന്നുമില്ല, സംഭവിക്കാത്ത ഒന്നും അല്ല എന്ന് പ്രഹ്ലാദൻ പറയുകയാണ്. നാവിന്ദദബ്ദശതമപ്സു നിമജ്ജമാനോ, പ്രളയം വരുന്ന സമയത്ത് എല്ലാം വെള്ളത്തിൽ മുങ്ങുകയാണ്. അപ്പോൾ ബ്രഹ്മദേവൻ ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള താമരയിൽ അങ്ങനെ ഇരിക്കണു. വേറൊന്നും കാണുന്നില്ല, ദൃശ്യമല്ല, വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഒന്നുമില്ലാത്ത ഈ അവസ്ഥ? ഭഗവാൻ അവിടെ ഉണ്ടല്ലോ, ഇല്ലാണ്ടായിട്ടില്ല, കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ആ ഭഗവാനെ മറച്ചിരിക്കുന്നത് മായയാണ്. നീഹാരപ്രഖ്യമാന, നാരായണീയത്തിലെ ശ്ലോകത്തിലുണ്ട്. മഞ്ഞ് എപ്രകാരം വസ്തുവിനെ മറച്ചാൽ വസ്തു ഇല്ലാണ്ടാവണമെന്നില്ലല്ലോ, പക്ഷേ നമുക്ക് കാണാൻ പറ്റും. ആ മഞ്ഞ് നീങ്ങിയാലേ വസ്തു കാണാൻ പറ്റും. ഒരു മറ ഉണ്ടെങ്കിൽ കുന്തിദേവിയും തുതിക്കേണ്ട മായാജപനിക ഛന്നമജ്ഞാതോക്ഷജമവ്യയം, മായയാകുന്ന യവനിക കൊണ്ട് മൂടിയത് കാരണം സർവ്വദിക്കിലും നിറഞ്ഞിട്ടുള്ള അങ്ങയെ സാധാരണക്കാർ കാണുന്നില്ല. അക്രൂരൻ്റെ സ്തുതിയിലും നമുക്കിത് കാണാം. യഥാ ബുധോ ജലം ഹിത്വാ പ്രതിച്ഛന്നം തദുദ്ഭവൈഹി അഭ്യേദി മൃഗതൃഷ്ണാംബൈ തദ്ദത്താഹം പരാമുഖ. ജലം തദുദ്ഭവൈച്ഛന്നം, പല ദിക്കിലും പറയേണ്ടത്. ജലം ഹിത്വാ പ്രതിച്ഛന്നം തദുദ്ഭവൈ, ജലത്തിൽ നിന്ന് കുളവാഴ മുതലായിരിക്കുന്ന ചണ്ടികൾ ഉണ്ടാവും. ചണ്ടി എന്നൊക്കെ ചില ദിക്കിൽ പറയും, ചില ദിക്കിൽ പല പേരും പറയും. കൊലവാഴയല്ല കേട്ടോ, കുളവാഴ. അപ്പം ആ ചെടികൾ ഈ ജലത്തെ മുഴുവനെ മറയ്ക്കും. അപ്പം നമുക്കവിടെ വെള്ളമില്ല എന്ന് പറയാൻ പറ്റുമോ? വെള്ളമില്ല എന്ന് വിചാരിച്ച് പോയി ഇറങ്ങിയാൽ എന്താ ഉണ്ടാവുക? അതിലാണ് മുങ്ങുക തന്നെ. അപ്പോൾ ഈ വെള്ളമില്ലാത്തത് കൊണ്ടല്ല, ഈ വസ്തു അതിനെ മറച്ചത് കൊണ്ടാണ്
നമുക്ക് വെള്ളത്തെ കാണാൻ പറ്റാത്തത്. എന്നാൽ ഈ ചണ്ടി എവിടുന്ന് ഉണ്ടായി? വെള്ളത്തിൽ നിന്ന് തന്നെ ഉണ്ടായത്, വേറെ എവിടുന്നുമല്ല, പുറത്തുനിന്ന് വന്നതല്ല. അപ്പോൾ ഒരു വസ്തുവിൽ നിന്ന് തന്നെ മറ്റൊരു വസ്തു ഉണ്ടായാൽ ആ ഉണ്ടാകപ്പെട്ട വസ്തു മൂലവസ്തുവിനെ മറയ്ക്കുക എന്നതിനുള്ള ഉദാഹരണം ഈ പ്രപഞ്ചത്തിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം. ഒരു വിത്ത്, ആ വിത്തിൽ നിന്ന് ചെടി ഉണ്ടായി. പയർ വിത്ത് കുഴിച്ചിട്ടു, പയർ ചെടി ഉണ്ടായി. ചെടി നമുക്ക് കാണാം, വിത്ത് കാണാൻ പറ്റുമോ? വിത്തിനെ എന്താണ് മറച്ചിരിക്കുന്നത്? ഈ ചെടിയാണ് മറച്ചിരിക്കുന്നത്. അതുമൂലം നമുക്ക് വിത്ത് കാണാൻ പറ്റില്ല. ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തു ഉണ്ടായാൽ ഉണ്ടാകപ്പെട്ട വസ്തു നമുക്ക് കാണാൻ കഴിയുന്നു. യഥാർത്ഥമായിട്ടുള്ള മൂലവസ്തു ഏതിൽ നിന്നുണ്ടായോ അതിനെ നമുക്ക് കാണാൻ കഴിയുന്നുമില്ല. ഇതിലത്ഭുതമില്ല. അതുപോലെ സർവേശ്വര, സർവ്വദിക്കിലും പ്രളയജലം നിറഞ്ഞാലും മായ കൊണ്ട് എന്തെല്ലാം നിലയ്ക്ക് ഇവിടെ നിറഞ്ഞു എന്നുണ്ടെങ്കിലും ആ മായ തന്നെയാണ് അങ്ങയെ മറയ്ക്കുന്നത്. അതുകൊണ്ട് ഇതിനെല്ലാം കാരണമായിരിക്കുന്ന അങ്ങയെ സാധാരണ ദൃഷ്ടി കൊണ്ട് ജനങ്ങൾ കാണുന്നില്ല. അതാണ് ജാതേങ്കുരേ കഥമുഹോപലഭേദ ബീജം. ബീജം എന്ന് പറഞ്ഞാൽ വിത്ത്. വിത്തിൽ നിന്ന് ചെടി മുളച്ചു കഴിഞ്ഞാൽ ആ വിത്തിനെ എങ്ങനെയാണ് കാണാൻ കഴിയുക? സർവവും അങ്ങയിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അതേ വസ്തു അങ്ങയെ മറച്ചത് കാരണം എവിടെ നോക്കിയാലും അങ്ങയെ പെട്ടെന്ന് അങ്ങോട്ട് ബാഹ്യദൃഷ്ടിയിലേ കാണാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഭഗവാനിൽ നിന്ന് ഉണ്ടായതായ മായ ഭഗവാനെ തന്നെ മറച്ചിരിക്കുന്നു. ഈ ലോകം ഈശ്വരനെ മറച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കണ്ണോ ഇന്ദ്രിയങ്ങളോ കാണാനുള്ള സംഗതികളെ നമുക്കുള്ളൂ. ഈ കാണുന്ന മായാപ്രപഞ്ചത്തിനെ അതീതമായിരിക്കുന്ന ഈശ്വരനെ കാണുന്നതിനുള്ള ഒരു ശക്തി അധികം ആളുകൾക്കും ഇല്ല. എന്നാൽ കുറച്ച് പേർക്ക് ഇല്ലയുണ്ട്. ഈശ്വരാനുഗ്രഹം കൊണ്ടും പൂർവ്വ പുണ്യം കൊണ്ടും പരിശ്രമം കൊണ്ടും അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ, അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും നമുക്ക് എന്ത് കാണാൻ പറ്റും? മായയ്ക്ക് അപ്പുറത്തുള്ള ഈശ്വരനെ കാണാൻ പറ്റും. ഇതൊരു മായ യവനികയാണ്, കർട്ടനാണ്. അത് കൂടെ സാധാരണ അപ്പുറത്തേക്ക് കാണാൻ പറ്റില്ല. പക്ഷേ കാണാൻ പറ്റുന്ന ഒരു ടെലസ്കോപ്പ് ഉണ്ട്, കാണാൻ പറ്റുന്നതായിട്ടുള്ള എക്സ്റേ പോലെയുള്ള ഒരു സംഗതി ഉണ്ട്. ആ എക്സ്റേ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചുമരിൻ്റെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ശരീരഭാഗങ്ങളെ കടന്നു പോയി ആ എക്സ്റേ അതിനപ്പുറത്തേക്കുള്ള ഭാഗങ്ങളെ കാണുന്നില്ലേ? സാധാരണ കാണുന്നുണ്ടോ? അപ്പോൾ ഈ സാധാരണ കാണാൻ പറ്റാത്തൊരു വസ്തു നമുക്ക് കാണില്ല എന്ന് പറയരുത്. കാണാൻ ഉപകരണം വെച്ചാൽ കാണാം, ഇല്ലേ? എക്സ്റേ ഒരു ശരീരത്തിൻ്റെ ഉള്ളിലത്തെ ഭാഗങ്ങൾ വ്യക്തമായിട്ട് കണ്ടിട്ടാണ് ഇന്ന അപാകത ഉണ്ടെന്നും പറഞ്ഞ് ഡോക്ടർമാർ ചികിത്സിക്കണം. അപ്പം ഈ കാണുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ശരിയല്ല. ദൂരദർശൻ നമ്മൾ കാണുമ്പോൾ ആ തരംഗങ്ങൾ ആൾറെഡി അന്തരീക്ഷത്തിലുണ്ട്. ടി വി ഉണ്ടായതുകൊണ്ട് മാത്രമല്ല കാണുന്നത്, അവിടുന്ന് സംപ്രേഷണം ചെയ്യണ്ടേ? ഓഫാക്കിയാൽ കാണോ ഇവിടെ? അപ്പോൾ ആ തരംഗങ്ങൾ കാഴ്ചകളായിട്ട് ഈ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ടി വി ഓൺ ചെയ്താൽ കാണാൻ പറ്റും, ശരിയല്ലേ? മൊബൈൽ ഓൺ ചെയ്താൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ കാണാൻ പറ്റുമോ? പക്ഷെ ആ തരംഗങ്ങളല്ലെങ്കിലും അന്തരീക്ഷത്തിലുള്ളതുകൊണ്ടാണല്ലോ ഇത് ഓൺ ചെയ്താൽ കാണുന്നത്. വെറുതെ കാണുമോ? അപ്പോൾ എങ്ങനെയായാലും ഈ തരംഗങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് കാണാൻ, നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ പറ്റാത്തതൊക്കെ ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്നാണ്. ഇല്ല. അതും ഈ കേൾക്കാൻ പറ്റാത്ത ശബ്ദങ്ങളും ഉണ്ട്. റേഡിയോയിൻ്റെ തരംഗങ്ങൾ അന്തരീക്ഷത്തിൽ ഉണ്ടാവുകൊണ്ടാണ് അത് ട്യൂൺ ചെയ്താൽ നമുക്ക് കേൾക്കണത്. റേഡിയോ ഉണ്ടാവുകൊണ്ട് മാത്രം കേൾക്കില്ല, അവിടുന്ന് പ്രക്ഷേപണം നടത്തണം. ഓഫാക്കിയാൽ ഇനി വൈകുന്നേരം കാണാം. ഇനി ബാക്കി വൈകുന്നേരം സായാഹ്ന പ്രക്ഷേപണത്തിലേക്ക് കേൾക്കുള്ളൂ, ഉച്ചയത്തെ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ കേൾക്കാത്തത്? അവിടുന്ന് വിടുന്നില്ല. അവിടുന്ന് ആ ശബ്ദമുള്ളതുകൊണ്ടാണ് റേഡിയോ ഓൺ ചെയ്താൽ ചെവി കൊണ്ട് കേൾക്കുന്നത്. റേഡിയോ ഇല്ലാതെ ചെവി കൊണ്ട് കേൾക്കുന്നുമില്ല. അപ്പോൾ ചെവി കൊണ്ട് കേൾക്കാൻ പറ്റാത്ത ശബ്ദമുണ്ട്, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കാഴ്ചകളുണ്ട് എന്ന് ഈ വക ഉദാഹരണങ്ങളിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കാം. അതുപോലെ ഒരു സംഭവം തന്നെയാണ് ഈശ്വരനും. അഭ്യാസേനത് കൗന്ദേ, ഇവിടെ ഉപകരണം എന്ന് പറഞ്ഞാൽ അഭ്യാസവും വൈരാഗ്യവുമാണ് എന്ന് മാത്രം. അതാകുന്ന ഉപകരണങ്ങളെ ട്യൂൺ ചെയ്താൽ ഈശ്വരൻ്റെ ശബ്ദങ്ങൾ കേൾക്കുന്നവരുണ്ട്, ഈശ്വരനെ കാണുന്നവരും ഉണ്ട്. അപ്പം അങ്ങയിൽ നിന്നും ഉണ്ടായതായ മായ അങ്ങയെ തന്നെ മറച്ചിരിക്കുന്നു. കൊണ്ട് സർവേശ്വര,
പ്രത്യേകമായിട്ടുള്ള സാധനങ്ങളിൽ കൂടിയിട്ടും വൈരാഗ്യത്തിൽ കൂടിയിട്ടും അഭ്യാസത്തിൽ കൂടിയിട്ടും ഭക്തി കൂടിയിട്ടും ആ അങ്ങയെ ദർശിക്കാനായിട്ട് സാധിക്കും. അവർ പിന്നീട് ഒരിക്കലും ഈശ്വരനെ നിഷേധിക്കുന്നില്ല. ഒരു വിശ്വാസി ഒരിക്കലും അവിശ്വാസിയാവുന്നില്ല. അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു വാക്കാണ്. പക്ഷേ വിശ്വാസികളായിട്ടുള്ള അനുഭവം എത്രയോ ഉണ്ട്. ആഞ്ഞൻ നമ്പൂരി മൈക്ക് വെച്ചിട്ട് പ്രസംഗിച്ചതാണ് ഈശ്വരനില്ല. ഇതൊക്കെ വിഡ്ഢിത്താണ്, അമ്പഗാണ് ഇംഗ്ലീഷിൽ പറയുകയാണ്. ഇലവിളക്കൊക്കെ എടുത്ത് എറിയേണ്ടതാണ്. എന്തിനാണ് അതൊക്കെ കത്തിക്കണത്? വളരെ ഉച്ചത്തിൽ മൈക്ക് വെച്ച് നിരീശ്വരനെ ആദ്യം പ്രസംഗിച്ച അദ്ദേഹമാണ് ഏറ്റവും വലിയ ഭാഗവതാചാര്യൻ ആയതെന്ന് ഓർക്കണം. അങ്ങനെ അനവധി നിരീശ്വരവാദികൾ ഈശ്വരവാദികളായിട്ടുണ്ട്. കാരണം അവർക്കാണ് കൂടുതൽ വിശ്വാസം. നിഷേധിച്ച് മനസ്സിലായി ഈ നിഷേധം എവിടെയും എത്താൻ പോകണില്ല എന്ന്. പക്ഷേ ഒരു ഈശ്വരവിശ്വാസി ഒരു കാരണവശാലും തിരിച്ചായി കണ്ടിട്ടില്ല. കാരണം അവൻ്റെ സത്യത്തിലാണ് ആദ്യം മുതലേ പിടിച്ചത്. പിന്നെ എങ്ങനെ ആ സത്യത്തിൻ്റെ പിന്നാലെ പോവും? അപ്പോൾ കാണാത്ത കാഴ്ചകളുണ്ട്, കേൾക്കാത്ത ശബ്ദങ്ങളുണ്ട്. ഭഗവാനിൽ നിന്നുണ്ടായ മായാപ്രപഞ്ചം ഭഗവാനെ മറച്ചത് കാരണം സാധാരണ നിലയ്ക്ക് അതിനെ കാണാൻ പറ്റില്ല. അല്ലേ? ഈശാവാസ്യത്തിൽ പറഞ്ഞ പോലെ സ്വർണ്ണപാത്രം കൊണ്ട് സത്യത്തെ മറച്ചിരിക്കുന്നു. ധനം കൊണ്ട് സ്വർണം പലപ്പോഴും മൂടി വയ്ക്കുന്നു എന്നർത്ഥം. അതിൻ്റെ ആന്തരാർത്ഥം അങ്ങനെ വരിക. രണ്ട് പാത്രം കൊണ്ടുപോയിട്ട് മൂടിയല്ലോ. ധനാശകളോ സാമ്പത്തിക പ്രലോഭനങ്ങളെ കൊണ്ടോ പലപ്പോഴും സത്യത്തെ മൂടി വയ്ക്കാറുണ്ട്. അതുകൊണ്ട് ഈശ്വരനെ കാണാറില്ല. അതുകൊണ്ട് സർവേശ്വര അഭ്യാസേനത് കൗന്ദേയ വൈരാഗ്യേണ. ഭക്തി കൂടിയിട്ടും വൈരാഗ്യത്തിൽ കൂടി അഭ്യാസത്തെ കൂടിയിട്ടും എപ്പോഴും അങ്ങേ എനിക്ക് അറിയാൻ കഴിയണം. ഒരു നിമിഷവും അങ്ങയിൽ നിന്ന് വേറിട്ടതായ ഒരു അസ്തിത്വം എനിക്ക് ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രഹ്ലാദൻ. ആ ഈശ്വരനുമായിട്ടുള്ള ചേർച്ച മാത്രമാണ് നമ്മളെ സർവശക്തരാക്കി തീർക്കുന്നത്, എന്തിനും പ്രാപ്തരാക്കി തീർക്കുന്നതും, ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള മനഃശക്തി നൽകുന്നതും എല്ലാം ഇതിനപ്പുറത്തുള്ളതായ ഈശ്വരനുണ്ട് എന്ന തോന്നലാണ്. തത്സംഭവ കവിരതോന്നതപശ്യമാന ത്വാം ബീജം ആത്മനി തതം സ്വബഹിർവിചിന്യ നാവിന്ദതപ്തശതമപ്സു നിമജ്ജമാനോ ജാതേങ്കുരേ കഥമുഹോബലഭേദബീജം. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.